പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ഓഫീസ് കൗണ്ടറിന് സമീപം മോഷണം തുടർക്കഥയാകുന്നു. ഒരാഴ്ചക്കിടെ 2 മോഷണം. 2 വയസ്സുകാരിയുടെ മാല മോഷ്ടിച്ച് യുവതി കടന്നുകളഞ്ഞു. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ കൂടെയുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് മോഷണം പതിവായത്. കഴിഞ്ഞ ആഴ്ച 1.5 വയസ്സുകാരിയുടെ മാല മോഷണം പോയതിനു പിറകെ തിങ്കളാഴ്ചയും സമാനമായ രീതിയിൽ മോഷണം നടന്നു. OP ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുകയായിരുന്ന പൊന്നാനി അലിയാർപള്ളി സ്വദേശി തെക്കേവളപ്പിൽ ഷഫീഖിന്റെ ഭാര്യ ജാസിദയുടെ കൂടെയുണ്ടായിരുന്ന മകൾ 2 വയസ്സുകാരിയുടെ മാലയാണ് മോഷണം പോയത്. ആശുപത്രി CCTV പരിശോധനയിൽ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യം ലഭ്യമായി. വീട്ടിലെത്തിയ ശേഷം കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴാണ് മാല നഷ്ടമായ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയത്. കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ പാദസരം മോഷണം പോയിരുന്നു. നരിപ്പറമ്പ് എടപ്പേൽ ജുവൈരിയുടെ കുഞ്ഞിന്റെ 1.5 പവൻ പാദസരമാണ് മോഷ്ടിച്ചത്. സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് ഇവരെ ബാക്കിൽ നിന്ന് കുറച്ചുകൊണ്ട് ഇവര് വലിയെടുത്തോളക്ക് ഈ സ്ത്രീ വന്ന് ടിക്കറ്റ് എടുക്കാണ്ട് ആള് പോയി. ഇവർ ശ്രമിച്ചിട്ടില്ല. ഇവിടെ വന്ന് വീട്ടിൽ വന്നിട്ട് കുറേ വെയിറ്റ് ചെയ്ത് ഇവിടെ കുടിപ്പിക്കാതെ നോക്കുമ്പോഴാണ് ചെയ്യുന്നതാണില്ല. അതുപോലെ ഇവിടെ കുറേ തപ്പി കുറേയൊക്കെ എന്താ രാത്രി വരെയൊക്കെ തപ്പി സാധനം ഇത് കിട്ടിയില്ല. വീണ്ടും ഇപ്പോൾ ഇന്ന് വേറെ പോയി പറഞ്ഞ് അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ഈ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ കാണുന്നത് കുട്ടിയുടെ ബാക്കിൽ വരുന്നതും കുട്ടിയുടെ സാവോടുകൂടെ പോയിട്ട് കുട്ടിയെ തോണി കൈ വെക്കുന്നതും കാണുന്നു. പിന്നെ സാധനങ്ങൾ പോവുകയാണ്. അന്ന് നടത്തിയ CCTV പരിശോധനയിലും മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന സ്ത്രീയുടെ ദൃശ്യവും ലഭ്യമായിരുന്നു. 2 മോഷണവും ഒരാൾ തന്നെ നടത്തിയതാണെന്നാണ് സംശയം. സംഭവത്തിൽ കുടുംബം പൊന്നാനി പോലീസിൽ പരാതി നൽകി. NCV ന്യൂസ് പൊന്നാനി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.